റിട്ടയർഡ് SP ആയ സുഭാഷ് ബാബു ആണ് നമുക്കൊപ്പം അതിഥിയായി ഈ മണിക്കൂറിൽ നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഇതിനേക്കാൾ നല്ലത് നേരിട്ട് അന്വേഷണം അജിത് കുമാറിനെ ഏൽപ്പിക്കുന്നതായിരുന്നില്ലേ? ഏറെക്കുറെ അദ്ദേഹത്തിന് അല്ല DGP ചെയ്യുന്നതുകൊണ്ട് തെറ്റെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. കാരണം വേറെ ആരും ഇല്ല. വേറെ അല്ലെങ്കിൽ മറ്റ് DGP ഉള്ളത് പത്മകുമാർ സാറ് അങ്ങനെയുള്ള ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ DGP കൊണ്ട് തന്നെയാണ് അന്വേഷിപ്പിക്കാനുള്ളത്. അപ്പൊ DGP കൊണ്ട് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇദ്ദേഹം DGP യേക്കാൾ സർവാധിപതിയായിട്ടിരുന്ന ഒരു വ്യക്തിക്കെതിരെ DGPക്ക് എത്രമാത്രം ഫലപ്രദമായി അന്വേഷിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അത് അത്ര ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം ഒരു പ്രഹസനം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് പറയാം. പിന്നെ അതിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹായികളായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊന്നും വലിയ ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനുള്ള കാര്യശേഷിയുള്ളവരാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യശേഷിയോടുകൂടി കാര്യമാത്ര പ്രസക്തമായ സത്യസന്ധമായ ഊർജ്ജസ്വലമായ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടീമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞത് പോലീസ് അസോസിയേഷന്റെ യോഗത്തിലാണ്. ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകും, ഏറ്റവും ഹയസ്റ്റ് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹർഷാരവത്തോടെ കൈയടിച്ചാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു നടപടിയെ, മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളെ സ്വീകരിച്ചത്. അവർ എന്തിന് കൈയടിച്ചു എന്നത് അറിയില്ല. കാരണം അവരുടെ സേനയ്ക്കുള്ളിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു ഹയസ്റ്റ് റാങ്കിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. അതിനെതിരെ അന്വേഷണം വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ കൈയടിച്ച് സ്വീകരിക്കുകയാണ്. ആ കൈയടി വെറുതെ ആയില്ലേ ഇപ്പം എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം അവര് കൈയടിച്ചത് ഇങ്ങനെ അന്വേഷണം വരുന്നത് കൊണ്ടോ അതിനകത്ത് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ? അവര് നല്ല വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ എതിർക്കുന്ന ആളാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന SP. അതേപോലെ തന്നെ ADGP ആയ ശ്രീ അജിത് കുമാർ ആയാലും ശരി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശത്രുത സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് മാനസികമായിട്ട് അവരുടെ പേരിൽ അന്വേഷണം വരുന്നു എന്ന് പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായി ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കയ്യടിയാണ്. അല്ലാണ്ട് അതിന്റെ ആത്യന്തിക ഫലമെന്ത് എന്നുള്ളതിനോ അല്ലെങ്കിൽ ഈ അഴിമതികൾക്ക് വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കും എന്നുള്ളതൊന്നല്ല. അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കയ്യടിയാണ്. അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. സ്വർണ്ണക്കടത്ത്, അഴിമതി, യൂട്യൂബറുടെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ പണം വാങ്ങി, കൊലപാതക കേസുകളിൽ പങ്കാളി, അങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. ഇതിൽ ഈ അഴിമതി ആരോപണമൊക്കെ ആരാണ് അന്വേഷിക്കുക? വിജിലൻസ് അന്വേഷണം വേണ്ടേ? അത് വേണമല്ലോ. അതിലിപ്പോ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി, പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് സാങ്ഷൻ വേണമെന്ന് പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലൊക്കെ അമെന്റ്മെന്റ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് വരുത്തിയത് കൊണ്ട് അത് ഒരു വലിയൊരു രക്ഷാകവചം ഇതേമാതിരി കറപ്ഷൻ കേസുകൾക്ക് ഇപ്പം ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അതൊന്നും അന്വേഷണം തുടങ്ങി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വരെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് വളരെ നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി അത് നോക്കിക്കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, ഈ അന്വേഷണം എന്ന് പറയുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടകരമായ സാഹചര്യങ്ങൾ എല്ലാ മേഖലകളിലും, ഉദ്യോഗസ്ഥ ബന്ധത്തിലും രാഷ്ട്രീയ ബന്ധത്തിലും ഒക്കെ സ്പർശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭരണത്തിനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ അന്വേഷണം എത്രമാത്രം കാര്യക്ഷമമാകും എന്നുള്ളത് നമുക്ക് സംശയദൃഷ്ടിയോടുകൂടിയ എന്നെ സംബന്ധിച്ച് സുഭാഷ് ബാബു, ഇന്നത്തെ ആ ഉത്തരവ് നോക്കുകയാണെങ്കിൽ PV അൻവർ നടത്തിയ അലിഗേഷൻസിൽ അന്വേഷണം നടത്താൻ ഈ ഒരു സംഘം, അതോടൊപ്പം തന്നെ MR അജിത് കുമാറിന്റെ പരാതിയും അന്വേഷിക്കും. അവിടെ പോലും PV അൻവർ ആർക്കെതിരെ, ആ പേര് പറയാൻ പോലും ഭയപ്പെടുകയാണോ നമ്മുടെ സംസ്ഥാന സർക്കാർ? അതല്ല, അതിലിപ്പം സർക്കാരിന് എന്ന് പറയുന്ന രീതിയിൽ ഭയപ്പെടേണ്ട കാര്യം. പക്ഷെ ഇതിനകത്ത് വന്ന പരാതിക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഭയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കാരണം അത്ര ഗൗരവമായ ഒരു സമൂലമായിട്ട് ഒരു വകുപ്പിനെയും അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയെയും ഒലയ്ക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരുപാട് സാങ്കേതികത്വമുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഒരു പരാതിയാണ് ഇതുള്ളത്. അതായത് വിവിധ മേഖലകളെ സ്പർശിക്കുന്ന രീതിയിലാണ് ഈ പരാതികൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി
അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ബന്ധം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ അപകടങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും ശരി അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ അന്വേഷണം കൊണ്ടുപോകാൻ സഹായകമായ ഒരു ടീമിനെ ആയിരിക്കും എന്തായാലും വരുന്നത്. എന്തായാലും ഇതിനകത്ത് ചില കോംപ്രമൈസുകളൊക്കെ നടക്കുമെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. കാരണം അത് അസംതൃപ്തിയുടെ ഭാഗത്ത് വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു. ഇത്രയും നേരം സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച ആ വരി, ഇതിൽ കോംപ്രമൈസുകളൊക്കെ നടക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു കോംപ്രമൈസും അന്വേഷണത്തിൽ ഉണ്ടാകില്ല, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ആരാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്നവരൊക്കെ ADGP അജിത് കുമാർ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ADGP അജിത് കുമാറിന് താഴെ റാങ്കുള്ള ഉദ്യോഗസ്ഥരാണ്. അവരാണ് തെളിവെടുക്കേണ്ടത്, അവരാണ് മൊഴി ശേഖരിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കാര്യക്ഷമമായ നീതിയുക്തമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ നിരീക്ഷണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്?